ചില ആളുകൾ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, കുടുംബങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ദിക്റിൻ്റെ ആളായിട്ട് നടക്കുക. ഇതിനെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ജയന്തി മഹ്ദൂം തങ്ങൾ, വലിയ ജയന്തി മഹ്ദൂം തങ്ങൾ കിതാബുൽ അദ്കിയയിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അമ്മൽ മുഈൽ ഫലാ യജൂസു ഖുഊദുഹു അൻ മക്സബിൻ ലിഇയാലിഹി മുതവക്കില. മുഈനായ ആൾ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അങ്ങനത്തെ ആളുകൾ. ഫലാ യജൂസു ഖുഊദു അൻ മക്സബിൻ, അവൻ ജോലിക്ക് പോകാതെ തവക്കുലാക്കിക്കൊണ്ട് ഇങ്ങനെ ഇബാദത്തായിട്ട് ഒരു മൂലയിലിരിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ല, അനുവദനീയമല്ല, ജായിസ് അല്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ആദ്യം വിവാഹം കഴിക്കാതിരിക്കുക. വിവാഹം കഴിച്ച് മക്കളൊക്കെ ആയത്, ഭാര്യ മക്കളൊക്കെ ആയതിനു ശേഷം അവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പിന്നെ അങ്ങനെ ഈ ദിക്റും ഇബാദത്തുമായിട്ട് ഇരിക്കൽ അനുവദനീയമല്ല, ജായിസ് അല്ല എന്നാണ് ബഹുമാനപ്പെട്ട ജയന്തി മഹ്ദൂം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഇബാദത്ത് എന്ന് മനസ്സിലാക്കാത്തവരാണെന്നാണ്. നമ്മൾ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ, ഒരല്പം ഭക്ഷണം അവൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും ഇബാദത്ത് തന്നെയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഇബാദത്താണ്. ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സംഭവം നിർബന്ധമായ കടമയാണ്. ആ നിർബന്ധമായ കടമ നമ്മൾ നിർവഹിക്കുമ്പോൾ നിർബന്ധമായ ഒരു ഇബാദത്തിൻ്റെ കൂലിയാണ് അവിടെ ലഭിക്കുന്നത്. ഒന്നിൻ്റെയും കുറവ് നമുക്ക് അവിടെ വരികയില്ല. പിന്നെന്താ, അതൊരു ഇബാദത്താക്കി മാറ്റിക്കൂടെ? മഹാന്മാരായ ഔലിയാക്കന്മാരിൽ പലരും സ്വീകരിച്ചിരുന്ന വഴി തന്നെ അതായിരുന്നില്ലേ? ബഹുമാനപ്പെട്ട അഹമ്മദ് കബീർ റിഫായി തങ്ങൾ വലിയ മഹാനാണ്. അൽ അഖ്താബുൽ അർബയുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. മഹാൻ അവർ ചെയ്തിരുന്നത് എന്തായിരുന്നു? കാട്ടിൽ പോയി വിറക് വെട്ടി ശേഖരിച്ച് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് ജനങ്ങൾക്ക് അതിൻ്റെ കിട്ടുന്ന പണം സ്വതക്ക കൊടുത്തത് ചരിത്രങ്ങൾ കാണാം. അത് പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത്, സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തുക എന്നുള്ളത് വലിയ ഇബാദത്തിൻ്റെ മാർഗമായിട്ട് ഒരുപാട് ഔലിയാക്കന്മാർ സ്വീകരിച്ചു പോകുന്നത് നമുക്ക് കാണാം. അതൊക്കെ ഇബാദത്ത് തന്നെയാണ്. എന്നാൽ അതുപോലെ തന്നെ ഇബാദത്താണല്ലോ നമ്മുടെ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കൽ, അതും ഇബാദത്ത് തന്നെയാണ്. അപ്പോൾ ഇബാദത്തെന്ന് പറഞ്ഞാൽ കേവലം ദിക്റിൽ ഇങ്ങനെ ഒരു മൂലയ്ക്ക് ഇരിക്കൽ മാത്രമല്ല, ഇതും ഇബാദത്താണ്. അത് നല്ല മനസ്സോടുകൂടെ അതും കൂടി ഒരു ഇബാദത്താക്കി മാറ്റി നമ്മൾ ആഖിറത്തിൽ വിജയിക്കാൻ വേണ്ടി നോക്കുകയാണ് വേണ്ടത്. ഒരിക്കലും വിവാഹം കഴിച്ചിട്ട് ആ പാവം ഭാര്യമാരെയും മക്കളെയൊക്കെ പട്ടിണിക്കിട്ട് അവരെ കഷ്ടത്തിലാക്കി ഇവർ ഇബാദത്തായിട്ട് ദിക്റിൻ്റെ ആളുകളായി നടന്നാൽ പടച്ച റബ്ബ് ഇബാദത്ത് സ്വീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമല്ല. ഭാര്യയും മക്കളെയൊക്കെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരൊക്കെ പട്ടിണിക്കിട്ടുകൊണ്ട് നമ്മൾ വലിയ ഇബാദത്തിൻ്റെ ആളുകളായി മാറി അവരുടെ കാര്യങ്ങൾക്കൊന്നിനും സാധിക്കാതെ അവരെല്ലാം വിഷമിച്ച് കഷ്ടപ്പെടുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതി വരുന്നു. സ്വന്തം മക്കളെ കെട്ടിക്കാൻ കയ്യിൽ കാശില്ലാതെ പള്ളി തോറും നടന്നിക്കേണ്ടി വരുന്നു. ഉള്ള ഉപ്പാൻ്റെ അവസ്ഥ എന്താ? ഈ മക്കളുടെ ഉപ്പയുണ്ട്, അയാൾ വലിയ ഇബാദത്തിൻ്റെ ആളായിട്ട് വേറെ മക്ബറുകൾ സിയാറത്തായിട്ട് കിടക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ ആ സിയാറത്തോ അങ്ങനെയുള്ള ആളുകളുടെ ഇബാദത്തോ പടച്ച റബ്ബ് സ്വീകരിക്കുമെന്ന് വിശ്വാസം എനിക്കില്ല. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. അവരുടെ ഇബാദത്തൊന്നും അല്ലാഹു തആല കബൂലാക്കില്ല. കുറേ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നിസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ, നോമ്പൊറ്റിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഒരു പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരാൾ നരകത്തിൽ കടന്നു എന്ന് ഹബീബ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം ഭാര്യയും മക്കളെയും വീട്ടിൽ കെട്ടിയിട്ടിട്ട് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ അവർ എവിടെയായിരിക്കും എന്നതിനെക്കുറിച്ചൊന്ന് ബോധം നമുക്ക് വേണ്ടേ? അത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധം വേണം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ, വിവാഹം കഴിച്ച് ഭാര്യ മക്കളുള്ള ആളുകൾ, അവരെ പോറ്റുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് നല്ല കാര്യങ്ങൾ, നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുക, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതൊരു ഇബാദത്താക്കി മാറ്റി അതുകൊണ്ട് എനിക്ക് ആഖിറം വിജയിക്കണം എന്ന നല്ല നിയ്യത്തോടുകൂടെ അധ്വാനിക്കുക, അതിനൊരു ഇബാദത്താക്കി മാറ്റുകയാണ് അവർ വേണ്ടത് എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്.